ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നിലാവൈസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് 5ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്ററായ വസ്ത്രത്തിൻ്റെ നാൾ വഴികൾ അല്ലെങ്കിൽ ക്ലോത്തിങ് ത്രൂ ദ ഏജസ് ഈ പാഠമാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ 4 ചിത്രം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട് അല്ലേ? നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ടാവും. അപ്പോൾ ഫസ്റ്റ് ഒരു കുഞ്ഞിൻ്റെ ഫോട്ടോ ഉണ്ട്, പിന്നെ പാരറ്റ് തത്തമ്മയുടെ, പിന്നെ ഒരു ആടിൻ്റെ, പിന്നെ ഒരു ആമേൻ്റെ. നിങ്ങൾ നിരീക്ഷിച്ചല്ലോ. അപ്പോൾ ഈ ജീവജാലങ്ങൾ കടുത്ത ചൂട്, അസഹനീയമായ തണുപ്പ് തുടങ്ങിയ സാഹചര്യങ്ങൾ എങ്ങനെയാണ് അതിജീവിക്കുന്നത് അറിയാം അല്ലേ? നമ്മൾക്കാണെങ്കിൽ എന്താ പുതപ്പ്, ആടിൻ്റെ രോമാവരണവും തത്തമ്മയുടെ തൂവലുകളും ആമയുടെ പുറന്തോടും ഇതൊക്കെ എന്താണ് പ്രതികൂല കാലാവസ്ഥയിൽ നിന്ന് ഒരു വസ്ത്രം പോലെ സംരക്ഷണം ഒരുക്കുന്നുണ്ട് അവർ തന്നെ. എന്നാൽ മനുഷ്യർ ഇത്തരം സാഹചര്യങ്ങളെ എങ്ങനെയാണ് നേരിട്ടതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമുക്ക് എന്താ തൂവലില്ല, ആമയുടെ പുറന്തോടൊന്നുമില്ല, ആമയുടെ പുറന്തോട് പോലെ ഒന്നുമില്ല അല്ലേ? അപ്പോൾ നമ്മളെന്താ ചെയ്യുന്നത്? മനുഷ്യർക്ക് നമുക്ക് ആവശ്യമായ വസ്ത്രങ്ങൾ പ്രകൃതിയിൽ നിന്നുള്ള വിഭവങ്ങൾ കൊണ്ട് തന്നെ രൂപപ്പെടുത്തേണ്ടി വന്നു. എന്തൊക്കെയായിരുന്നു? പട്ടുനൂൽ പുഴുവിൻ്റെ നിന്ന് കിട്ടിയിട്ടുള്ള പട്ടുവസ്ത്രങ്ങൾ കൊണ്ടും ഒക്കെ, പിന്നെ ആടിൻ്റെ ചെമ്മരിയാടിൻ്റെ രോമത്തിൽ നിന്ന് ഉണ്ടാക്കിയ കമ്പിളി, അതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? ഓക്കെ, ഇന്ന് മനുഷ്യർ ഉപയോഗിക്കുന്നത് ഇത്തരം തരത്തിലുള്ള വസ്ത്രങ്ങളാണ്. അപ്പോൾ നമ്മൾ പണ്ട് ഉപയോഗിക്കുന്നതോ? ഓക്കെ, അത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നമ്മൾ ഈ വസ്ത്രം എന്തിനാണ് ഉപയോഗിക്കുന്നത്? തണുപ്പിൽ നിന്ന് സംരക്ഷണം. തണുപ്പ് നല്ല ഉണ്ടെങ്കിൽ അതിൽ നിന്നുള്ള സംരക്ഷണം, ചൂടിൽ നിന്നുള്ള സംരക്ഷണം, ശരീരത്തിലെ ചൂട് നിലനിർത്താൻ വേണ്ടിയിട്ട് പ്രാണികളിൽ നിന്നുള്ള സംരക്ഷണം, ഇത്തരം കാര്യങ്ങൾക്കാണ്. ഇനി നമുക്ക് ഈ ഒരു ചിത്രം ശ്രദ്ധിക്കാം. ഈ ഒരു ചിത്രത്തിൽ എന്താ കാണുന്നത്? പണ്ടത്തെ കാലത്തെ ആദിമ മനുഷ്യരുടെ 3 ഫോട്ടോസ് ഉണ്ട് അല്ലേ? ഏതെല്ലാം വസ്ത്രങ്ങളാണ് ആദിമ മനുഷ്യർ വസ്ത്രമായിട്ട് ഉപയോഗിച്ചിരുന്നത്? ആദ്യത്തേതിൽ എന്തായിരുന്നു? മരവുരി, മരത്തിൻ്റെ തോലും കൊണ്ടുണ്ടാക്കിയത്. രണ്ടാമത്തെ ഇല കൊണ്ട്, പലതരം ഇലകൾ കൊണ്ട് അവർ വസ്ത്രങ്ങൾ ഉണ്ടാക്കിയായിരുന്നു, അതുപയോഗിച്ചു. പിന്നെ മൃഗങ്ങളുടെ തോലൊക്കെ വേട്ടയാടിയിട്ട് മൃഗങ്ങളുടെ തോലൊക്കെ എടുത്തിട്ട് അതുകൊണ്ട് അവർ വസ്ത്രങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടൊക്കെയാണ്? മരവുരി, പിന്നെന്താ? ഇലകൾ കൊണ്ട് പലതരത്തിലുള്ള വസ്ത്രങ്ങൾ ഉണ്ടാക്കി. പിന്നെ മൃഗങ്ങളെ വേട്ടയാടിയിട്ട് അതിൻ്റെ തോലുപയോഗിച്ചിട്ട് പലതരത്തിലുള്ള വസ്ത്രങ്ങളും ഉണ്ടാക്കി. അപ്പോൾ എന്തൊക്കെയായിരുന്നു? ബാർക്ക് ഓഫ് ട്രീസ് പറഞ്ഞാൽ മരവുരി, ലീഫ് പറഞ്ഞാൽ ഇലകൾ കൊണ്ടുള്ളത്. പിന്നെ അടുത്തത് അനിമൽ സ്കിന്ന് മൃഗങ്ങളുടെ തോൽ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവരും ടെക്സ്റ്റ് നന്നായിട്ട് വായിച്ച് പഠിക്കുക കേട്ടോ. അടുത്തൊരു വീഡിയോയുമായി പിന്നെ കാണാം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.